Dear students, today let us learn about the pollution in India and in Indian cities like Delhi, Agra, Patna, etc. All of you might be knowing that India is one of the highly populated countries in the world. In 2013, a report by Global Burden of Disease said that outdoor air pollution was the fifth largest killer in India. According to World Health Organization, Delhi has surpassed Beijing and is currently the most polluted city in the world. This puts its people at a dangerous risk of respiratory diseases. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ കണക്കനുസരിച്ച് ഡൽഹിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റി. അതായത് അത്രയ്ക്ക് മലിനീകരണം ആ തലസ്ഥാനത്ത് അല്ലെങ്കിൽ ആ സ്ഥലത്തുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആളുകൾ വളരെയധികം ശ്വാസ സംബന്ധമായ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്നുണ്ട്. So this is Delhi's air quality index inside schools, which shows that it is very unhealthy. All of you know that PM 2.5, this is PM 2.5 levels. PM 2.5 levels can be seen in this slide. This is Greenfield Public School, which is situated in Vivek Vihar. Its particulate matter, 2.5 particulate matter value is 253, which is 4 times more toxic than the allowed limit. You can also see another school, the Salvan Public School, which has a particulate matter 2.5 of the value is 243. ഇത് എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വായുവിൻ്റെ ക്വാളിറ്റി മെഷർ ചെയ്യുന്ന ഒരു പാരാമീറ്ററാണ് ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ്. ഇപ്പം ഡൽഹിയിലുള്ള സ്കൂളുകളുടെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് ആണ് നമുക്ക് ഈ സ്ലൈഡിൽ കാണാൻ പറ്റുന്നത്. ഇത് എന്തിൻ്റെ എയർ ക്വാളിറ്റി ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 ലെവൽസ് ആണ്. എന്താണ് പാർട്ടിക്കുലേറ്റ് മാറ്റർ? നമ്മൾ പഠിച്ചതാണ്. പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന പൊടി പടലങ്ങളാണ് ഈ പാർട്ടിക്കുലേറ്റ് മാറ്റർ. അത് തന്നെ 2.5 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2.5 മൈക്രോൺസിന് താഴെ വരുന്ന പാർട്ടിക്കുലേറ്റ് മാറ്റർ. ചിലപ്പോൾ ബാക്ടീരിയ ആവാം, ചിലപ്പോൾ പൊടിയാവാം, ചിലപ്പോൾ ഡസ്റ്റ്, ഫോഗ്, സ്മോക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. അതിൻ്റെ ലെവലുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം ഡൽഹിയിലെ ഒരു പ്രധാനപ്പെട്ട സ്കൂളാണ് ഈ ഗ്രീൻഫീൽഡ് പബ്ലിക് സ്കൂള്. ആ സ്കൂളിലുള്ള ഈ പാർട്ടിക്കുലേറ്റ് മാറ്ററിൻ്റെ അളവ് എന്ന് പറയുന്നത് 253 അത് വളരെ 4 ഇരട്ടി കൂടുതലാണ്. ശരിക്കും അലൗഡ് ആയിട്ടുള്ള വാല്യൂവിനേക്കാളും 4 ഇരട്ടി കൂടുതലാണ്. അപ്പോൾ അവിടുത്തെ പൊല്യൂഷൻ നിങ്ങൾക്ക് ഊഹിക്കാവുന്നതാണ്. അതുപോലെ വേറെ സ്കൂളും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഡൽഹി പോലീസ് പബ്ലിക് സ്കൂളിലും പാർട്ടിക്കുലേറ്റ് മാറ്റർ 246. വേറൊരെണ്ണം മീരാംബിക സ്കൂള്, അത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ശ്രീ അരബിന്ദോ മാർഗ്. പാർട്ടിക്കുലേറ്റ് മാറ്റർ 251. അപ്പം എത്ര ഭീകരമാണ്! സ്കൂളുകൾ വരെ കുട്ടികൾ പഠിക്കുന്ന വളരെ മൃദുലമായ ശരീരമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂൾസിലെ പൊല്യൂഷനാണ് ഇത്. അപ്പം ബാക്കിയുള്ള സ്ഥലം റോട്ടിലും ഹൈലി തിക്ലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്തുമുള്ള പൊല്യൂഷൻ എന്തായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. So this is another graph showing level of particulate matter in Indian cities in micrograms per cubic meter. അപ്പോൾ ഇതും പാർട്ടിക്കുലേറ്റ് മാറ്ററിൻ്റെ ഗ്രാഫാണ്. ഇവിടെ പാർട്ടിക്കുലേറ്റ് മാറ്റർ 10 ആണ് കാണിച്ചിരിക്കുന്നത്. എന്താണ് പാർട്ടിക്കുലേറ്റ് മാറ്റർ 10 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മൈക്രോൺസ് എന്ന് പറഞ്ഞ അളവിൻ്റെ താഴെയുള്ള പൊടി പടലങ്ങളുടെ അളവാണ് ഇവിടെ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് PM 2.5 ആയിരുന്നു. അപ്പോൾ 2.5 മൈക്രോണിൽ താഴെയുള്ള ആ അളവിന് താഴെയുള്ള അല്ലെങ്കിൽ ആ സൈസിന് താഴെയുള്ള പൊടിപടലങ്ങളുടെ അളവായിരുന്നു. ഇപ്പം നമ്മൾ പാർട്ടിക്കുലേറ്റ് മാറ്റർ 10 മൈക്രോണിന് താഴെയുള്ള പൊടിപടലങ്ങളുടെ അളവാണ് നോക്കിയിരിക്കുന്നത്. അതിൻ്റെ സേഫ്റ്റി ലിമിറ്റ് എന്ന് പറയുന്നത് 150 മൈക്രോഗ്രാംസ് പെർ മീറ്റർ ക്യൂബ് ആണ്. അതായത് 1 മീറ്റർ ക്യൂബ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ
150 മൈക്രോഗ്രാംസ് ഉണ്ടാവാൻ പാടുള്ളൂ ഈ പാർട്ടിക്കുലേറ്റ് മാറ്റർ. പക്ഷെ നോക്കിക്കേ, ഡൽഹിയിലെ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറയുന്നത് 250 റെഡിൽ കാണിച്ചിട്ടുണ്ട്. കാരണം ഡേഞ്ചറസ് ലെവലാണിത്. 250 എന്ന് പറയുന്നത് അലൗഡിനേക്കാളും ഒത്തിരി കൂടുതലാണ്. അത്യാവശ്യം വേറെ സിറ്റീസിലും അത്യാവശ്യം നല്ല പൊല്യൂഷൻ ഉണ്ട്. നമുക്ക് ബാംഗ്ലൂർ കാണാവുന്ന 189, ചെന്നൈ 185, എന്തായാലും ഏറ്റവും കൂടുതൽ ഡൽഹി തന്നെയാണ് 250. അപ്പൊ ഡൽഹിയുടെ അവസ്ഥ നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും. This is the graph showing level of nitric oxides or nitrogen oxides in Indian cities in micrograms per cubic meter. NOx means the nitrogen oxides. The safety limit is 80 micrograms per meter cube. And in this slide, you can see that Delhi has 105 micrograms per meter cube, which shows that it is very polluted in terms of nitric oxides or nitrogen oxides. അപ്പോൾ NOx എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈട്രജൻ്റെ ഓക്സൈഡ്സ് ആണ്. നമുക്കറിയാവുന്നതാണ് ഓക്സൈഡ്സ് ഓഫ് നൈട്രജൻ, നൈട്രജൻ ഡയോക്സൈഡ്, നൈട്രിക് ഓക്സൈഡ് ഒക്കെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഗ്യാസസ് ആണ്. അത് അന്തരീക്ഷത്തിൽ പടരുന്നത് നമ്മളെ വളരെയധികം ബാധിക്കും. ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, ആസ്മ, ചെസ്റ്റ് ഇൻഫെക്ഷൻ ഇതൊക്കെ വരാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ നൈട്രജൻ ഓക്സൈഡ്സിന്റെ ലെവൽ ഒരിക്കലും 80 മൈക്രോഗ്രാമിൽ കൂടാൻ പാടില്ല. പക്ഷേ ഡൽഹിയിൽ വളരെയധികം അപകടകരമായ അവസ്ഥയിലാണ്. 105 മൈക്രോഗ്രാം ഉണ്ട്. അതുപോലെ വേറെ പല സിറ്റീസും ഇതുപോലെ തന്നെ അത്യാവശ്യം ഹൈലി പൊല്യൂട്ടഡ് ആണെന്ന് കാണാവുന്നതാണ്. മുംബൈ ഉണ്ട് 63, ബാംഗ്ലൂർ 59. എന്തായാലും ഡൽഹി തന്നെയാണ് ഏറ്റവും കൂടുതൽ. So that means we have many sorts of difficulties living in Delhi due to the air pollution. Approximately 30 million people, including children in India, suffer from asthma. Asthma is a respiratory illness. Also, the air pollution levels in Delhi put its residents at the highest risk of lung cancer. നമ്മൾ പഠിച്ചതാണ് ആസ്മ, ലങ് ക്യാൻസർ, ചെസ്റ്റ് ഇൻഫെക്ഷൻ, ന്യൂമോണിയ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഇതൊക്കെ എന്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്? കുറേ എയർ പൊല്യൂഷൻ്റെ തന്നെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. അപ്പോൾ ഇത് ഇടക്കാലം വെച്ച് നമുക്ക് ഇങ്ങനത്തെ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ് ഇത് വായു മലിനീകരണം കൊണ്ട് തന്നെയാണ് ഉണ്ടായത്. ജനിച്ചപ്പോൾ ഇല്ല, പിന്നീടാണ് തുടങ്ങിയെങ്കിൽ ഉറപ്പാണ് അത് നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള അന്തരീക്ഷത്തിന്റെ ഫലം തന്നെയാണത്. Many autorickshaws and taxis in India use adulterated fuel. അതായത് ഇതിന്റെ കാരണം ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ എന്തുകൊണ്ടാണ് വായു മലിനീകരണം ഉണ്ടാവുന്നത്? നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ് ഓട്ടോറിക്ഷകളും ടാക്സികളൊക്കെ വളരെയധികം എന്താ പറയാ മായം കലർന്ന ഡീസലും ഫ്യൂവലൊക്കെയാണ് ഉപയോഗിക്കുക. മായം കലർന്ന മണ്ണെണ്ണ ചിലപ്പോൾ പെട്രോളിൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡീസലിൻ്റെ കൂടെ കൂട്ടിയിട്ടുണ്ടാവും. അതൊക്കെ പൊല്യൂഷൻ കൂട്ടും. അത് ക്ലീൻ ഫ്യൂവൽസ് അല്ല. ക്ലീൻ ഫ്യൂവലായിട്ട് നമ്മൾ പറയാവുന്ന ഒരേ ഒരു ഫ്യൂവല് CNG ആണ്, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് ആണ്. അപ്പം അത് ഉപയോഗിക്കുന്നതിന് പകരം ലാഭകരമായ ഇങ്ങനത്തെ ഫ്യൂവൽസ്, മായം കലർന്ന ഫ്യൂവൽസ് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് ഒത്തിരി പുക പടലങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് അന്തരീക്ഷത്തിൽ കലർന്ന് അവിടെ ജീവിക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ വ്യവസായങ്ങൾ തന്നെയാണ്. വ്യവസായങ്ങൾ തുപ്പുന്ന പുക വളരെയധികം ഡേഞ്ചറസ് ആണ്. അത് അവരുടെ പുകക്കുഴൽ എന്ന് പറയുന്നത് അത്യാവശ്യം പൊക്കം ഉള്ള പുകക്കുഴൽ അല്ലെങ്കിൽ അത് നമ്മൾ ജീവിക്കുന്ന അന്തരീക്ഷത്തിൽ തന്നെയാണ് നിൽക്കുക ആ പുക. അപ്പം നമ്മളത് ശ്വസിച്ച് രോഗികളാവാൻ വളരെ കുറച്ച് സമയം മാത്രം മതി. So most of the industries in India do not stick to the environmental guidelines, regulations and laws. പാരിസ്ഥിതിക നിയമങ്ങൾ അനുസരിച്ചുള്ള ഒരു വ്യവസായം മാത്രമേ നമ്മുടെ രാജ്യത്ത് അനുവദിക്കാവുള്ളൂ, അല്ലെങ്കിൽ അതുമൂലം പ്രശ്നങ്ങൾ ഉണ്ടാവും. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ട്രാഫിക് ആണ്. Traffic at low speed, especially during congestion,
burn fuel ineffectually, and emit 4 to 8 times more air pollutants. ട്രാഫിക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാഫിക് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഇത് ഏതെങ്കിലും ഒരു സിഗ്നലിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് വരുന്നു, അപ്പോൾ നമുക്കറിയാവുന്നതാണ് വളരെ സ്ലോ ആയിട്ടാണ് വെഹിക്കിൾസ് മൂവ് ചെയ്യുക അല്ലെങ്കിൽ വണ്ടികൾ നീങ്ങുക. വളരെ സ്ലോ ആയിട്ട് നീങ്ങുമ്പോൾ നമുക്കറിയാവുന്നതാണ് ക്ലച്ചൊക്കെ ചവിട്ടി ബ്രേക്കൊക്കെ ചവിട്ടി ഓടിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് സാധാരണ ഓടിക്കുന്നത് സ്പീഡിൽ ഓടിക്കുന്നതിൻ്റെ 4 ഇരട്ടിയും 8 ഇരട്ടിയും പൊല്യൂട്ടൻസ് ആണ് പുറത്തേക്ക് തള്ളുന്നത്. അപ്പൊ ഇങ്ങനത്തെ ഹൈലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സിറ്റി, ഡൽഹി പോലുള്ള പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സിറ്റിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാഹനങ്ങൾ ഒത്തിരി കൂടുതലാണ്. അത് മാത്രമല്ല, അതുപോലെ തന്നെ വാഹനങ്ങൾ കൂടുന്നതനുസരിച്ച് സിഗ്നൽസും കൂടും, ബ്ലോക്കും കൂടും, വാഹനങ്ങളുടെ ബ്ലോക്കും കൂടും. ആ ബ്ലോക്ക് കൂടും. നമ്മൾ കൊച്ചി തന്നെ നമ്മൾ വിചാരിച്ചാൽ മതി, അവിടെ എന്താ പറയാ, കൊച്ചിയിൽ ഒരു ചെറിയ ദൂരം താണ്ടി പോകണമെങ്കിൽ നമുക്ക് 1 മണിക്കൂർ എടുക്കും. കാരണം ബ്ലോക്ക് ആയിരിക്കും. പല സ്ഥലങ്ങളിലും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാവും. ഈ ബ്ലോക്കിൽ വണ്ടികൾ ക്ലച്ച് ചവിട്ടി ഓടിക്കുമ്പോൾ വളരെയധികം വായു മലിനീകരണമാണ് സംഭവിക്കുന്നത്. അപ്പൊ അത് ഡൽഹിയിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. Pollution caused by burning fuel wood and biomass is one of the main causes of the Asian brown cloud. This cloud delays the monsoon in India. ഇത് മാത്രമല്ല, ഈ പറഞ്ഞ വണ്ടികളും വ്യവസായങ്ങളും മാത്രമല്ല ഡൽഹിനെ മലിനീകരിക്കുന്നത്. അവിടുത്തെ പാടങ്ങളിൽ, ഗോതമ്പ് വിളയുന്ന പാടങ്ങളിൽ പലതരത്തിലുള്ള കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള എന്താ പറയാ വൈക്കോല് അങ്ങനത്തെയൊക്കെ ഇട്ട് കത്തിക്കും, അവരൊന്നിച്ച് കത്തിക്കും. അതും ഡൽഹിനെ വളരെയധികം മലിനീകരിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഫ്യൂവല് കത്തിക്കുന്നതും വുഡ് കത്തിക്കുന്നതും ബയോമാസ് കത്തിക്കുന്നതൊക്കെ ഏഷ്യൻ ബ്രൗൺ ക്ലൗഡ് എന്ന് പറഞ്ഞ ഒരു ക്ലൗഡിന് കാരണമാണ്. ഏഷ്യൻ ബ്രൗൺ ക്ലൗഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഷ്യയുടെ ഒരു ഭാഗം നിറഞ്ഞിരിക്കുന്ന ക്ലൗഡാണ്. ഈ ക്ലൗഡിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ ക്ലൗഡ് വന്നു കഴിഞ്ഞാൽ മഴ പെയ്യാനുള്ള സാധ്യത കുറയും. അതായത് നമ്മുടെ മഴക്കാലം എന്ന് പറയുന്നത് വളരെ നീങ്ങി പോകും. ജൂണിൽ വരേണ്ട മഴക്കാലം നീങ്ങി ജൂലൈയിലേക്ക് നീങ്ങും. അതിന് കാരണം എന്ന് പറയുന്നത് ഈ ഏഷ്യൻ ബ്രൗൺ ക്ലൗഡ് ആണ്. അപ്പൊ ഇതിനുള്ള കുറേ റീസൺ എന്ന് പറയുന്നത് ഡൽഹി പോലുള്ള ഏഷ്യയിലെ ഹൈലി പൊല്യൂട്ടഡ് സിറ്റീസിന്റെ പൊല്യൂഷൻ ലെവൽസ് തന്നെയാണ് ഈ ക്ലൗഡിന് റീസൺ. New study based on a regression model that predicts future events with information on past or present events says that atmospheric pollutants may impact India's major crops like wheat and rice more than temperature rise. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും 2 പ്രധാനപ്പെട്ട വിളയാണ് ഗോതമ്പും അരിയും. ഗോതമ്പും അരിയുടെ വിളവിനെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോണത് പൊല്യൂഷൻ ആണ്, അല്ലാണ്ട് ഗ്ലോബൽ വാർമിംഗ് അല്ല. ഗ്ലോബൽ വാർമിംഗ് കാരണം നമ്മുടെ ഇന്ത്യയിലെ ടെമ്പറേച്ചർ 1 ഡിഗ്രി സെന്റിഗ്രേഡ് ഓരോ വർഷവും കൂടുന്നുണ്ട്. അതുകൊണ്ട് വിള ഉണങ്ങി പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അതിനേക്കാളും കൂടുതൽ വിളകളെ നശിപ്പിക്കുന്നത് അല്ലെങ്കിൽ വിളവിനെ നശിപ്പിക്കുന്നത് ഈ പൊല്യൂഷൻ അല്ലെങ്കിൽ മലിനീകരണമാണ്. A study by Jennifer Burney and V. Ramanathan, scientists at the University of California, tells that 1 degree centigrade rise in temperature could lead to a crop decline of 4% for wheat and 5% for rice, but losses from pollution could be greater. Yield loss for wheat attributable to pollutants alone in 2010 corresponds to over 24 million tons of wheat in India. യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിലെ 2 സയന്റിസ്റ്റ് ജെനിഫർ ബേർണിയും രാമനാഥന്റെയും കണ്ടുപിടുത്തമാണ്. അവർ റിസർച്ച് നടത്തി കണ്ടുപിടിച്ചതാണ് 1 ഡിഗ്രി ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഓരോ കൊല്ലം നമ്മുടെ രാജ്യത്ത് 1 ഡിഗ്രി ടെമ്പറേച്ചർ കൂടുന്നുണ്ട്. ആ ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് നമ്മുടെ വിളവ് നശിച്ചു പോകുന്നത് 4% ആണ്. ഗോതമ്പിന്റെ കാര്യമാണെങ്കിൽ 5% ആണ് നെല്ലിന്റെ കാര്യത്തിലും. പക്ഷെ പൊല്യൂഷൻ കൊണ്ടുള്ള
വിളവ് നാശം എന്ന് പറയുന്നത് അതിനേക്കാളും കൂടുതലായിരിക്കും. ഒരുപക്ഷെ 2010 ഗോതമ്പ് വിളയുടെ നഷ്ടം എന്ന് പറയുന്നത് ഏകദേശം 24 മില്യൺ ടൺസ് ആണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊക്കെയാണ് മലിനീകരണം കൊണ്ടുള്ള പ്രശ്നങ്ങൾ. അപ്പൊ ഇനി എങ്ങനെ നമുക്കിത് കൺട്രോൾ ചെയ്യാം? എന്തൊക്കെയാണ് ഡൽഹി ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത് ഇത് കുറച്ചെങ്കിലും കുറയ്ക്കാൻ വേണ്ടി? ഇത് ഫുള്ളായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് അസാധ്യമാണ്. പിന്നെ കുറയ്ക്കാൻ എന്തൊക്കെ നടപടികൾ എടുക്കാൻ പറ്റും അതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ വാട്ട് ആർ ദ സ്റ്റെപ്സ് ഫോർ പൊല്യൂഷൻ കൺട്രോൾ? The Delhi government has introduced CNG buses replacing the conventional buses. CNG means the compressed natural gas. And use of lead-free diesel in vehicles has helped in the reduction of pollution. Large-scale plantation in and around Delhi has made Delhi go green. And introduction of mass rapid transport system, that is metro railways, also has decreased pollution. ഇപ്പൊ മെയിൻ ആയിട്ടും ഈ സ്റ്റെപ്സ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് CNG ആണ് ഇപ്പൊ മെയിൻ ആയിട്ടും ഡൽഹിയുടെ ഫ്യൂവൽ എന്ന് പറയുന്നത്. CNG ആണ് ഉപയോഗിക്കാവുള്ളൂ. അവിടെ പെട്രോളും ഡീസലിനെ ഉപയോഗിക്കുന്നതിന് പകരം ബസ്സുകളും പൊതുഗതാഗതം ഉപയോഗിക്കുന്നത് കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ് വെച്ചിട്ടുള്ള പൊതുഗതാഗതമാണ്. അപ്പൊ അത് ഞാൻ പറഞ്ഞത് ഒരു ക്ലീൻ ഫ്യൂവൽ ആണ് ഈ CNG എന്ന് പറയുന്നത്. അതിൽ നിന്ന് മലിനീകരിക്കാൻ ഉതകുന്ന വാതകങ്ങൾ വളരെയധികം കുറവാണ് ഈ CNG-യിൽ. പിന്നെ അത് മാത്രമല്ല ലെഡ് ഇല്ലാത്ത ഡീസലാണ് അവിടെ തന്നെയുള്ളൂ. അവിടെ ഉപയോഗിക്കുന്നത് ലെഡ് ഇല്ലാത്ത ഡീസലാണ്. ലെഡ് വളരെയധികം നാശം വിതയ്ക്കുന്ന ഒരു പൊല്യൂട്ടന്റ് ആണ് ഈ ലെഡ് എന്ന് പറയുന്നത്. അപ്പൊ ലെഡ് ഇല്ലാത്ത ഡീസൽ മാത്രമാണ് അവിടെ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ ഡൽഹിയിൽ ഒത്തിരി മരങ്ങൾ നടാനും ഡൽഹി ഗവൺമെന്റ് വളരെയധികം ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഗ്രീൻ പ്രോട്ടോകോൾ അവർ നന്നായി പാലിക്കുന്നുണ്ട്. അത് മാത്രമല്ല മെട്രോ റെയിൽവേസ് ആണ് അവിടുത്തെ ഏറ്റവും ഒരു പൊതുഗതാഗതമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ മെട്രോ ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ആൾക്കാരെ ഒന്നിച്ച് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ട്രാഫിക് പ്രോബ്ലംസും ട്രാഫിക് ബ്ലോക്സും ട്രാഫിക് ജാംസും ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ വളരെയധികം ക്ലീൻ ആയിട്ട് അന്തരീക്ഷം വരാനുള്ള സാധ്യതയുണ്ട് മെട്രോസ് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. And also a study by Center for Science and Environment reveals the reduction of particulate matter or SPM, suspended particulate matter, on the CNG use in Delhi is like this. അത് നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ ഡീസൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര പൊല്യൂട്ടൻസ് ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ കംപ്രസ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എന്തോരം പൊല്യൂട്ടൻ്റെ റേഷ്യോ ആണ് കുറയുന്നതെന്ന്. അപ്പോൾ ഇത് സെന്റർ ഫോർ സയൻസ് ആൻഡ് എൻവയൺമെന്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡേറ്റയാണ്. ഈ ഡേറ്റ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഡീസൽ ഉപയോഗിച്ചപ്പോൾ കാർബൺ മോണോക്സൈഡിന്റെ എമിഷൻ എന്ന് പറയുന്നത് 2.4 gram per kilometer ആയിരുന്നു. പക്ഷെ CNG ഉപയോഗിച്ചപ്പോൾ അത് വളരെയധികം താഴേക്ക് വന്നു, 0.4 gram per kilometer ആയി. ഇപ്പൊ റിഡക്ഷന്റെ പെർസെൻറ്റേജ് കൊണ്ട് 84% ആണ്, വളരെയധികം കുറഞ്ഞു. അതുപോലെ നൈട്രജൻ ഓക്സൈഡ്സ് ഡീസൽ ഉപയോഗിക്കുമ്പോൾ 21 gram per kilometer ആണ്. പക്ഷെ CNG ഉപയോഗിച്ചപ്പോൾ അത് 8.9 gram per kilometer ആയി. അതായത് 58% കുറഞ്ഞു. വളരെ നല്ല കാര്യമാണ് അല്ലേ? അതുപോലെ പാർട്ടിക്കുലേറ്റ് മാറ്റർ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്ന പൊടിപടലങ്ങളുടെ അളവാണ് ഈ പാർട്ടിക്കുലേറ്റ് മാറ്റർ. അത് ഡീസൽ ഉപയോഗിക്കുമ്പോൾ 0.38 gram per kilometer ആണ്. അത് CNG ഉപയോഗിക്കുമ്പോൾ 0.012 gram per kilometer ആയിട്ട് കുറഞ്ഞു. അതായത് 97% കുറഞ്ഞു എന്ന് പറയാവുന്നതാണ്. അപ്പൊ ഇത് വളരെയധികം നല്ലൊരു കാര്യമാണ് CNG ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഡൽഹി രക്ഷപ്പെടണമെങ്കിൽ ഈ CNG കൊണ്ട് മാത്രമാണ് പറ്റുള്ളൂ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്യൂവൽസ് നമ്മൾ കണ്ടെത്തണം. ഓൾസോ let us discuss about the air quality monitoring in Delhi. Air quality monitoring in Delhi is carried out through a number of air quality monitoring stations situated across the territory.
and the monitoring is undertaken by various organizations like Central Pollution Control Board, which is CPCB, the Delhi Pollution Control Committee, which is the DPCC, and System of Air Quality and Weather Forecasting and Research, SAFAR, SAFAR, of Indian Institute of Tropical Meteorology, IITM, Pune. According to this monitoring, we can see that monitoring stations are present, existing stations are present as shown in the red dots, and the new stations are shown in the yellow as yellow dots. ഇപ്പോൾ ഡൽഹി ഗവൺമെന്റ് ഒരു വലിയ തീരുമാനമാണ്, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡൊക്കെ കൂടി തീരുമാനിച്ചിരിക്കുന്നതാണ് ഡൽഹിയുടെ പല പല സ്ഥലങ്ങളിലും മോണിറ്ററിങ് എയർ ക്വാളിറ്റി മോണിറ്ററിങ് സ്റ്റേഷൻസ് വെക്കുക. അപ്പൊ അവര് വായുവിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, അല്ലെങ്കിൽ എയറിന്റെ അവസ്ഥ എങ്ങനെയാണ്, അന്തരീക്ഷത്തിന്റെ അവസ്ഥ എങ്ങനെയാന്ന് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കും. അപ്പൊ എയർ ക്വാളിറ്റി മോണിറ്ററിങ് സ്റ്റേഷൻസ് ആദ്യത്തെ ഫേസിൽ ഉണ്ടായിരുന്നത് ഇവിടേക്കാണ്. ഈ റെഡ് ഡോട്ടുകൾ കാണിച്ച സ്ഥലത്താണ് ആനന്ദ് വിഹാർ, മന്ദിർമാർഗ്, RK പുരം, പഞ്ചാബി ബാഗ്, അവിടേക്കാണ് ഉണ്ടായിരുന്നത്. ഇപ്പൊ 10 പുതിയ സ്റ്റേഷൻസും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ മഞ്ഞ നിറത്തിൽ നിങ്ങൾക്ക് കാണാവുന്ന സ്ഥലത്തൊക്കെയാണ് ഉള്ളത്. അപ്പൊ ഇത് നടത്തുന്നത് ഡൽഹി പൊല്യൂഷൻ കൺട്രോൾ കമ്മിറ്റി ആണ്. ഇവരപ്പൊ ഇടയ്ക്കിടയ്ക്ക് വായു ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്നിട്ട് വായു ടെസ്റ്റ് ചെയ്തിട്ട് വായുവിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അന്തരീക്ഷത്തിലെ മലിനീകരിക്കുന്ന വസ്തുക്കൾ എത്ര അളവിലുണ്ടെന്ന് എപ്പോഴും കണ്ടെത്തിക്കൊണ്ടിരിക്കും. എന്നിട്ട് ഗവൺമെന്റിന് അതിനുള്ള ഫീഡ്ബാക്ക് കൊടുക്കും. And what about the air quality index or the AQI in Delhi? Air quality index AQI is the tool to monitor air quality in major urban cities across the country on a real-time basis and to enhance public awareness. The AQI developed is based on human exposure and health effects and may not be strictly applicable to ecologically sensitive areas. Various pollutants which are considered for AQI determination are PM10, PM2.5, NO2, O3, CO, SO2, NH3 and lead. An AQ value of 0 to 15, in the range 0 to 50 means it's good air. An AQI value of 51 to 100 means the air quality is just satisfactory. And an AQI value of 101 to 200 means it is moderately polluted. And an AQI value of 201 to 300 means the air is very poor in quality or poor in quality. എന്താണ് ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഡൽഹിയിൽ എപ്പോഴും എയർ ക്വാളിറ്റി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് എയർ ക്വാളിറ്റി മോണിറ്ററിംഗ് സ്റ്റേഷൻസ് ഉണ്ട്. എയർ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ സ്ഥലത്തുള്ള എയറിന്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എയർ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എടുക്കുന്ന പദാർത്ഥങ്ങൾ ഏതൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിക്കുലേറ്റ് മാറ്റർ, പൊടിപടലങ്ങൾ നോക്കും എത്ര അളവിലുണ്ട്. അത് 10ഉം PM10ഉം നോക്കും, PM2.5ഉം നോക്കും. അത് ഞാൻ പറഞ്ഞതാണ് എന്താണ് 10ഉം 2.5ഉം. പിന്നെ നൈട്രജന്റെ ഡയോക്സൈഡ് അതിന്റെ അളവ് എത്രയുണ്ടെന്ന് നോക്കും. ഓസോണിന്റെ അളവ് എത്രയുണ്ടെന്ന് നോക്കും. കാർബൺ മോണോക്സൈഡ് ഭയങ്കര പോയിസണസ് ഗ്യാസ് ആണ്, അതിന്റെ അളവ് എങ്ങനെയുണ്ടെന്ന് നോക്കും. സൾഫർ ഡയോക്സൈഡ് അതിന്റെ അളവ് എങ്ങനെയാന്ന് നോക്കും. അമോണിയ NH3 ആണ്, അതിന്റെ അളവ് എങ്ങനെയാന്ന് നോക്കും. പിന്നെ ലെഡ് അന്തരീക്ഷത്തിൽ എത്ര കടക്കുന്നുണ്ട്, അന്തരീക്ഷത്തിൽ എത്ര ഇങ്ങനെ തങ്ങി നിൽക്കുന്നുണ്ട്, അതിന്റെയൊക്കെ അളവ് നോക്കിയിട്ടാണ് ഈ എയർ ക്വാളിറ്റി ഇൻഡെക്സ് കണ്ടെത്തുന്നത്. എയർ ക്വാളിറ്റി ഇൻഡെക്സ് 50 വരേക്കും ആണെങ്കിൽ നല്ല വായു, ശുദ്ധമായ വായു എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ 51ന്റെയും 100ന്റെ ഇടയ്ക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല, എയർ അത്യാവശ്യം നമുക്ക് ശ്വസിക്കാം, കുഴപ്പമില്ല. 101 മുതൽ 200 ആണെങ്കിൽ അത്യാവശ്യം പൊല്യൂഷൻ അല്ലെങ്കിൽ മലിനീകരണം ഉണ്ടെന്നാണ് അർത്ഥം. അതിന്റെ മുകളിലായ ഭയങ്കര മലിനീകരണം എന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് പലതരത്തിലുള്ള പ്രോബ്ലംസും ഒക്കെ ഉണ്ടാവും. ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും റെസ്പിറേറ്ററി ഇൽനെസ്സും ചെസ്റ്റ് ഇൻഫെക്ഷൻ, ന്യൂമോണിയ, ലങ് ക്യാൻസർ ഒക്കെ വരാനുള്ള സാധ്യത അതിന് മുകളിൽ വരുമ്പോഴാണ്. So what is the conclusion? Based on the above observations, it can be said that the air of Delhi is polluted, especially in terms of particulates.
According to a study, vehicular pollution alone contributes about 72% of the total air pollution load in Delhi as estimated using emission factor, an activity-based approach recommended by IPCC. However, present study finds that it is not only the vehicular pollution, rather domestic pollution, industrial emission, road dust and garbage burning also have a large share in Delhi's total pollution load. Furthermore, construction of infrastructure, including large residential complexes, potentially contributes to Delhi's air pollution load. ചുരുക്കം വാക്കുകളിൽ പറയുകയാണെങ്കിൽ ഡൽഹിയുടെ മലിനീകരണത്തിനുള്ള മെയിൻ കാരണങ്ങൾ എന്ന് പറയുന്നത് ഗതാഗതം അല്ലെങ്കിൽ വെഹിക്കുലാർ പൊല്യൂഷൻ ആണ്. വണ്ടികൾ മൂലമുള്ള പൊല്യൂഷൻ. അത് മാത്രം ഒരു കാരണമായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ ഡൊമസ്റ്റിക് പൊല്യൂഷൻ ഉണ്ട്, നമ്മുടെ വീടുകളിൽ നിന്നുണ്ടാവുന്ന പൊല്യൂഷനും കൂടി ഉണ്ട്. പിന്നെ വ്യവസായങ്ങളിൽ നിന്നുള്ള എമിഷൻസ് ഉണ്ട്, അതും ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ റോഡിലുള്ള ഡസ്റ്റ്, അതും ഒരു വലിയ പ്രശ്നമാണ്. പിന്നെ നമ്മള് എന്താ പറയാ, തുറന്ന സ്ഥലത്തിട്ട് കത്തിക്കുന്നത്, ഗാർബേജ് അല്ലെങ്കിൽ വേസ്റ്റ് ഇട്ട് കത്തിക്കുന്നത്, അതും ഒരു വലിയ പ്രശ്നമാണ്. ഇത് മാത്രമല്ല, അവിടെ വലിയ വലിയ ഫ്ലാറ്റുകൾ എപ്പോഴും പണിതുകൊണ്ടിരിക്കുകയാണ്. അതും ഡൽഹിയുടെ മലിനീകരണത്തിനെ വളരെയധികം കൂട്ടിയിട്ടുണ്ട്. അപ്പൊ വളരെയധികം ശ്രദ്ധിച്ചാൽ മാത്രമാണ് ഡൽഹിയിലെ വായുവിന്റെ ക്വാളിറ്റി നമുക്ക് നിലനിർത്താൻ അല്ലെങ്കിൽ കൂടാതെ നോക്കാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ഡൽഹിയുടെ മലിനീകരണത്തെ കുറിച്ചുള്ള അറിവുകൾ. ഓക്കെ, താങ്ക് യു.